അരുൺരാജ് ആണ് വിവരം നൽകിയത്. വയനാട് മൈലമ്പാടിയിൽ വീണ്ടും പുലിയിറങ്ങി. നേരത്തെ പുലിയെത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. പുലിയുടെ ദൃശ്യങ്ങൾ, പുലിയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മൈലമ്പാടിയിലെ ജനങ്ങൾ സ്വാഭാവികമായും ആശങ്കയിലായിരിക്കുമല്ലോ എന്നാണ് അനുഭവം പറയുന്നത്. വീടിന്റെ ആ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. 3 ദിവസങ്ങളൊക്കെയാണ് പുലി വീണ്ടും എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് വീടിന്റെ എണ്ണയ്ക്കകത്തോടും പതിവാക്കി കാണുന്നു, അതായത് കാൽപാദങ്ങൾ കാണുന്നു എന്നുള്ളതാണ് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുള്ളത്. 3 ദിവസം മുമ്പ് എത്തിയ പുലി ഇതേ പുലി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയുണ്ട്. ആ പുലി വളർത്തുനായെ കൊന്നിരുന്നു. ആ വളർത്തുനായെ കാണാതായതോടുകൂടിയൊക്കെ അന്വേഷണത്തിലാണ് CCTV നേരത്തെ പുലിയുടെ സാന്നിധ്യം 3 ദിവസം മുമ്പ് CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാന പരിശോധന ഇന്നലെ ചില സംശയങ്ങൾ ഒഴിവാക്കുന്നത്. അതിനെ തുടർന്നാണ് CCTV പരിശോധിച്ചത്. ആ പരിശോധനയിൽ കൃത്യമായ രീതിയിൽ തന്നെ പുലി സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുള്ളതും. ഈ മേഖലയിൽ നേരത്തെ, അതായത് കടുവയുടെ സാന്നിധ്യം നേരത്തെ ഉണ്ടായ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ രണ്ടാം തവണയും വീണ്ടും പുലി എത്തിയതോടുകൂടി വലിയ ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അന്ന് വനംവകുപ്പ്, അതായത് 3 ദിവസം മുമ്പ് ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടായ ഘട്ടത്തിൽ ഈ വളർത്തുനായെ കടിച്ചു കൊന്ന ആ ഒരു ഘട്ടത്തിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിരുന്നു വനംവകുപ്പ്. ആ ക്യാമറ ട്രാപ്പുകളിൽ പരിശോധന നടത്തിയപ്പോഴും ഈ പുലിയുടെ ചിത്രങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി വേണ്ടത് അടുത്ത നടപടിക്രമം എന്നുള്ള തരത്തിൽ ഇനി വേണ്ടത് കൂടുവെക്കുക എന്നുള്ളതാണ്. ഒരേ സ്ഥലത്ത് വീണ്ടും പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന കൂടുവെക്കുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കും എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. തോമസ് കുടുംബവുമായി സംസാരിച്ചിരുന്നു. നാട്ടുകാർ ഉൾപ്പെടെ വിലക്കിയിരുന്നു. അങ്ങനെ ഒരു വിപുലമായ കൂടിയാലോചനയ്ക്ക് ശേഷം ഇനി കൂടുവെക്കുക എന്ന നടപടിയിലേക്കാണ് കിടക്കേണ്ടത്. ആ നടപടിയിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. മേഖലയിൽ തോട്ടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ പകൽ സമയത്ത് പുലിയുടെ സാന്നിധ്യം ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഉണ്ടാവുക എന്ന സംശയമാണ് നാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. ഇവിടെ മാത്രമല്ല, ഈ നേരത്തെ ഈ ചീരാനിൽ കഴിഞ്ഞ ദിവസം പുലി പുറത്ത് മൃഗങ്ങളെ പിടികൂടിയിരുന്നു. ഒപ്പം സുൽത്താൻബത്തേരിയിൽ ഇതിന് മുമ്പ് പുലി ഇറങ്ങിയിരുന്നു. പുൽപ്പള്ളിയിൽ, മുള്ളൻപള്ളിയിൽ ഉൾപ്പെടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടുന്ന രീതിയിലേക്ക് വയനാട് മാറുന്നു. അതിന്റെ ഒരു സൂചനയായി തന്നെ, അതിന്റെ തുടർച്ചയായി തന്നെ വേണം ഈ മണ്ഡലവയലിലെ ഈ സംഭവത്തെ കൂടി കാണാൻ. ശരി, സുജിത് അയ്യപ്പത്താണ് വയനാട് നിങ്ങൾക്ക് വിവരം നൽകുന്നത്. നമുക്ക് കോഴിക്കോട് മലാപ്പറമ്പിലേക്ക് പോകുമ്പോൾ ദേശീയപാത നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടത്തുന്ന ദേശീയപാത നിർമ്മാണം അറിയുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പ്രതിഷേധം ആരുടെ നേതൃത്വത്തിലാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം കാണാം. ദേശീയപാത നിർമ്മാണത്തെ തടയുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. മലാപ്പറമ്പിലാണ് ഈ സംഭവം ഉള്ളത്. കോഴിക്കോട് മലാപ്പറമ്പിലാണ് എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകാറുണ്ട്. മിഥില, നാട്ടുകാരാണോ ഈ ദേശീയപാത നിർമ്മാണം തടയുന്നത്? എന്താണ് നിങ്ങൾ പ്രതിഷേധിക്കാൻ കാരണം? ഇവിടെ ഈ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് മലാപ്പറമ്പ് പ്രദേശത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ 7 ഏക്കറോളം സ്ഥലം ഇവിടെ പ്രവർത്തനം നടത്തുന്ന KFC കമ്പനി അനുകൂലമായി പ്രവർത്തനം നടത്തുന്നുണ്ട്. 2 വർഷം മുമ്പ് ഇതുപോലെ നടത്തി അന്നേരം കളക്ടർ അവരുടെ 3 തോട്ടങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മണ്ണിൽ നീക്കാൻ അവർക്ക് ഉത്തരവൊക്കെ ഇട്ടതാണ്. അത് കുറച്ച് പലവരിലേക്ക് വീണ്ടും കഴിഞ്ഞ ചെറിയ സാങ്കേതിക പ്രശ്നമാണ്. മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയാണ്. കോഴിക്കോട് മലാപ്പറമ്പിലാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുന്നത്. ദേശീയപാത നിർമ്മാണം തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വീണ്ടും ഇതിലേക്ക് അല്പസമയത്തിനകത്ത് അതിന് മറ്റു വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കും. മലപ്പുറം മമ്പാട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആക്രമിച്ച പന്നിയെ പിന്നീട് തപ്പുനിലയിൽ കണ്ടെത്തി. സർവീപ്പിൻ കഴിയും മലപ്പുറത്ത് വിവരങ്ങൾ വിശദാംശങ്ങൾ എന്താണ്? മലപ്പുറം ജില്ലയിൽ 2 ഇടത്താണ് ഈ കാട്ടുപന്നി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒന്ന് മമ്പാട്, നിലമ്പൂരിലുമാണ്. മമ്പാട് 3 പേർക്കാണ് പരിക്കേറ്റത്. ജാനകി, സുബ്രാഹി എന്നിവർക്കാണ് പരിക്കേറ്റത്. ജാനകി വീടിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് കാട്ടുപന്നി
എന്നാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകി. വനനിയമം ഭേദഗതി ചെയ്യണമെങ്കിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ആവശ്യപ്പെടണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ഏതെങ്കിലും ഒരു സംസ്ഥാനം മാത്രം ആവശ്യപ്പെട്ടാൽ ഇത് സാധിക്കില്ല. വന്യമൃഗ സംഘർഷം പരിഹരിക്കാൻ കേന്ദ്രം എല്ലാം ചെയ്തിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടട്ടെ. മൊത്തത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ കേരളം പറയുന്നത് പോലെ നിങ്ങൾ നടപ്പിലാക്കണം, അതിന്റെ അകത്ത് ഈ നിങ്ങൾ മാറ്റണം എന്ന് ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിലേക്ക് നിരാകരിക്കും. തീർച്ചയായിട്ടും മാറ്റും. ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ പാർലമെന്റിൽ ആവശ്യപ്പെട്ടാൽ മാറ്റും. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ശ്രീയുടെ കൂടി മറ്റു വാക്കുകൾ നമുക്ക് നോക്കാൻ വേണ്ടി വിളിച്ചു. You are watching 24 from Flowers Group. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബക്രീദ് ദിന ആശംസകൾ. മഴക്കാലമാണ് റോഡുകൾ ഡിഗ്രി കഴിഞ്ഞ ഒരു ഉഗ്രൻ IT കരിയറിനായി ലൂമിനൽ ടെക്നോളജി. ഇന്നാണ് എന്റെ പേര് വരുന്നത്. അമ്മയ്ക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അമ്മ എന്നോട്